ഇന്ന് നമ്മുടെ ആധുനിക തലമുറ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം പല തരത്തിലുള്ള ചികിത്സാവിധികളുണ്ട്. ആയുർവേദമുണ്ട്, ഇംഗ്ലീഷുണ്ട്, അല്ലെങ്കിൽ ഹോമിയോ ഉണ്ട്, ഇന്ന് വേണ്ട പല തരത്തിലുള്ള. എന്നാലും അതിൽ നിന്നും വെറൈറ്റി ആയിട്ട് അല്ലെങ്കിൽ വളരെയധികം വ്യത്യസ്തമായി മാറിയിരിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് അക്യുപഞ്ചർ എന്ന ചികിത്സാ രീതി. സാധാരണ രീതി അല്ലെങ്കിൽ തുടക്കം എന്ന് പറഞ്ഞാൽ ചൈനീസാണ് ഈ അക്യുപഞ്ചർ രീതി തുടങ്ങിയിരിക്കുന്നത്. പക്ഷേ ഇന്ന് പല രാജ്യങ്ങളിലും ഈ അക്യുപഞ്ചർ രീതി ഫോളോ ചെയ്യുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഇംഗ്ലണ്ടിൽ നിന്ന് ഞാനിവിടെ വന്നു എൻ്റെ ഒരു കസിൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഞാനിപ്പം ഒരു കോയമ്പത്തൂരാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതെൻ്റെ കസിൻ്റെ വീട്ടിലാണ്. എൻ്റെ കസിൻ്റെ പേര് ദേവൻ ചേട്ടനാണ് പേര്. ഞാനിപ്പോൾ നിൽക്കാൻ കാരണം നിങ്ങൾക്കറിയാം, ഇംഗ്ലണ്ടിൽ നിന്ന് അവിടെ ട്രാവൽ ചെയ്ത് ഇത്രയും വന്നു. അതിനുശേഷം കൊച്ചി, കോട്ടയം എന്ന് വേണ്ട ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കണം. സ്വാഭാവികമായിട്ടും ഏതൊരു മനുഷ്യർക്കും ഉണ്ടാകുന്ന ചില പ്രോബ്ലംസ് എനിക്കുണ്ട്. നമ്മുടെ ബാക്ക് പെയിൻ, കുറേ യാത്ര ചെയ്ത് കഴിയുമ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതാണ് ഈ ഒരു ബാക്ക് പെയിന്. എന്തായാലും ഈ ബാക്ക് പെയിന് എൻ്റെ ദേവൻ ചേട്ടന് ഈ അക്യുപഞ്ചറിൻ്റെ ഒരു മെയിൻ അല്ലെങ്കിൽ എന്താണ് ഏറ്റവും കൂടുതലായിട്ട് ശരിക്കും കഴിവുള്ള കപ്പാസിറ്റി ഉള്ള ഒരാളാണ് ദേവൻ ചേട്ടൻ എന്ന് പറയുന്നത്. ദേവൻ ചേട്ടൻ എൻ്റെ ഈ ഒരു പുറംവേദന അക്യുപഞ്ചർ എന്ന രീതിയിലൂടെ മാറ്റിയെടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഞാനത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു. അതിനു മുമ്പ് വെൽക്കം ടു മൈ ചാനൽ. ഐ ആം ജോബി വയലങ്കാലം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ കസിന് കൂടിയായിട്ട് ഞങ്ങളിപ്പോൾ ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞിരുന്നു, കോയമ്പത്തൂരാണ്. അപ്പോൾ ഇദ്ദേഹമാണ് എനിക്ക് വേണ്ടി അക്യുപഞ്ചർ ചികിത്സാ വിധി ചെയ്യുന്നത്. എന്നാൽ കുറച്ച് ഡീറ്റെയിൽസ് എനിക്ക് അറിയത്തുള്ളൂ. അതിന് കുറച്ചുകൂടെ ഡീറ്റെയിൽസ് ദേവചർ നിങ്ങളോട് പറയും. അക്യുപഞ്ചർ എന്ന് പറയുന്നത് ഇതൊരു ചൈനയിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്നുള്ള ഒരു ചികിത്സാ രീതി. ഇത് ശരീരത്തിൽ പഞ്ചഭൂതങ്ങളുടെ ശക്തിയെ വെച്ച് നമ്മൾ പഞ്ചഭൂത ശക്തി ശരീരത്തിൽ കൂടുന്നതും കുറയുന്നതും അനുസരിച്ച് ചികിത്സിക്കുന്ന ഈ രീതി. ഇത് ശരീരത്തിലുള്ള 12 മെറിഡിയൻസ് ഉണ്ട്. ശരീരത്തിൽ ഓരോ ആർഗനിലുള്ള മെറിഡിയൻസ്. ഈ മെറിഡിയൻ്റെ റൂട്ടിലൂടെ നമ്മൾ ഏത് മെറിഡിയനിൽ ശക്തി കൂടിയിരിക്കുന്നു, എവിടെ കുറഞ്ഞിരിക്കുന്നു എന്നുള്ളത് നോക്കി ശക്തി കൂട്ടിയും കുറച്ചും നമുക്ക് ചികിത്സ ചെയ്യുന്നു. ഇതാണ് ഇപ്പോൾ അക്യുപഞ്ചറിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. പിന്നെ ഇപ്പോൾ ഇതിന് ഉപയോഗിക്കുന്നത് അക്കു പ്രഷർ, അതായത് പ്രഷർ ചെയ്തിട്ട് ഉള്ള പോയിൻറ്റ്സ്, അക്യുപഞ്ചർ പോയിൻറ്റ്സിൽ നമ്മൾ പ്രഷർ ചെയ്തിട്ട് അത് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നത്. ഇതിന് പ്രോബ് എന്ന് പറയും ഇതിനൂടെ ഈ ഉപകരണം. അതേമാതിരി വളരെ ചെറിയ ഈ നഖത്തിൻ്റെ ചെറിയ ഏരിയകളിൽ നമ്മൾ നീഡിൽ ഉപയോഗിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഗണ്ണിൻ്റെ ആവശ്യമുണ്ട്. ഇതിൽ നീഡിൽ തിരിച്ച് നമ്മൾ ചെയ്യുമ്പോൾ അത് വളരെ പെർഫെക്റ്റായി ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പോൾ മറ്റുള്ള സാധാരണ രീതിയിലുള്ള ചികിത്സ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ഇതാണ് ഉപയോഗിക്കുന്നത്. ഇതാണ് അതിൻ്റെ നീഡിൽ. ഇത് ഈ ഒരു ട്യൂബിൽ കൂടിയാണ് വരുന്നത്. ഇതിങ്ങനെ ഒരു നീഡിൽ. ഇത് നല്ല വളരെ ചെറുതായിട്ട് തലനാര് ഇതാണ് പോലുള്ള ഈ നീഡിൽ താഴെ പോയി. ഈ നീഡിൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ ഓരോരോ അക്യുപഞ്ചർ പോയിന്റിനെ നമ്മൾ ബൂസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനുപയോഗിക്കുന്ന ഈ ട്യൂബിലൂടെ ഇത് ഇങ്ങനെ എന്തിനാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഏരിയയിൽ നമ്മൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് അക്യുപഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ രീതിയിൽ ഈ സ്ഥലത്ത് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഈ മുകളിൽ നിന്ന് ഈ സൂചിയെ പ്രസ് ചെയ്യുമ്പോഴാണ് അത് നമ്മുടെ ശരീരത്തിൽ പഞ്ച് ചെയ്യുന്നത്. ഇഞ്ചക്ഷൻ ചെയ്യാൻ വേണ്ടി ഒരു ഇത് കാണിച്ചായിരുന്നല്ലോ, ഇതൊന്നുകൂടെ ഇത് കാണിക്കില്ല. ഇതിന് ഗണ്ണ് ഇതിൽ ചെറിയ നീഡിൽ ഇതിൽ കയറ്റിയിട്ട് ഇതിനുള്ളിൽ നമ്മൾ കയറ്റും. ഈ നീഡിൽ മരുന്നിന് അതിൽ ചെറിയ നീഡിൽ ഉപയോഗിക്കുമ്പോൾ ഈ നീഡിൽ ഇത് കൂടെ കയറ്റിയിട്ട് നമ്മൾ ഈ പിന്നാലെ ബാക്കിലുള്ള ഇതുകൊണ്ട് പ്രസ് ചെയ്തിട്ട് വളരെ ഇതായിട്ടുള്ള ഏരിയയിൽ ഇപ്പോൾ ഈ നഖത്തിൻ്റെ ഓരത്തുള്ള ഇവിടെ ഈ സൈഡിലൊക്കെ ഉള്ള അക്യുപഞ്ചർ പോയിൻറ്റ്സിലൊക്കെ പ്രയോഗിക്കണമെങ്കിൽ ഇത് ഉപയോഗിക്കേണ്ടി വരും. കൈകൊണ്ട് പ്രയോഗിക്കുകയാണെങ്കിൽ കുറച്ച് വേദന. അതായത് കറക്റ്റ് പറഞ്ഞാൽ നമുക്ക് ഈ വേദനയുള്ള പൊസിഷൻ കണ്ടുപിടിച്ച് അവിടെ പ്രഷർ കൊടുക്കുക, അല്ലെങ്കിൽ സൂചി കൊണ്ട് കുത്തുക. ഇങ്ങനെ ഈ സൂചി കൊണ്ടോ അല്ലെങ്കിൽ പ്രഷർ കൊണ്ടോ കുത്തുക എന്നുള്ളതാണ്. അക്കു മസാജ് എന്നുള്ള ഒരു സിസ്റ്റം ഉണ്ട്. ഇപ്പോൾ ഉള്ള ഏതെങ്കിലും പോയിന്റുകൾ നമ്മൾ കണ്ടുപിടിച്ച് ആ പോയിന്റുകളിൽ ഈ വിരലുകൊണ്ട് പ്രസ് ചെയ്തിട്ട് വലത്തോട്ടും ഇടത്തോട്ടും പ്രസ് ചെയ്തിട്ട് ശക്തി കൂട്ടുന്നതും കുറയ്ക്കുന്നതായുള്ള ഒരു മെത്തേഡും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇത്രയും ടിപ്സാണ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും എന്നിൽ തന്നെ അത് ചെയ്ത് നിങ്ങളിലൂടെ ഞാൻ കാണിക്കുകയാണ്. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് നമുക്ക് പറയാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ തന്നെ നിങ്ങളോട് പറയാം. അപ്പം റെഡി ദേവചേട്ടാ? അതെ, ചികിത്സ തുടങ്ങാം. ഇപ്പോൾ ജോബിക്ക് ഉള്ള പ്രശ്നം ജോബിയുടെ പുറം വേദന ട്രാവൽ ചെയ്തോണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് മെറിഡിയൻ, സ്പ്ലീൻ മെറിഡിയൻ, SP എന്ന് അക്യുപഞ്ചറിൽ ഷോർട്ടായിട്ട് പറയുന്നത്. ഈ SP എന്ന മെറിഡിയനിലെ സ്പ്ലീൻ മെറിഡിയനിൽ ഞാൻ SP6
എന്നുള്ള ഇതാണ് ചെയ്യുന്നത്. അത് എർത്ത് പോയിന്റ് ആണെന്ന് പറയും. അത് ഞാൻ അവിടെ ചെയ്യുന്നത്. അത് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ നമ്മുടെ ഈ കാലിൻ്റെയും മുട്ട് എല്ല്, ഈ എല്ലിൽ നിന്ന് നമ്മുടെ 4 വിരൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഏത് ഡിസ്റ്റൻസ് വരുന്നോ അതിനെ ഈ കാലിൻ്റെ ഈ എല്ലിൽ നിന്നും ഒരു ചെറുതായിട്ട് ഇങ്ങനെ ഒരു വിരൽ ദൂരം മാറ്റി വെച്ച്, അതാണ് SP6 എന്ന് പറയുന്ന പോയിൻ്റ്. ആ പോയിൻ്റിൽ ഞാനിപ്പോൾ ഈ നീഡിലുണ്ട്, ട്യൂബുണ്ട്. ട്യൂബ് വെച്ചിട്ട് ഞാൻ ഇതിലത്തെ ശക്തി കൂടുതലുള്ളതുകൊണ്ട് ഈ ശക്തി ഇതിൻ്റെ പവർ ഞാൻ കുറയ്ക്കുന്നു. ഇപ്പോൾ ഞാനത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഒരു പോയിൻ്റിൽ നമ്മൾ 45 സെക്കൻഡാണ് നിർത്തുന്നത്. സെക്കൻഡ് ഇതാ ഇപ്പോൾ 45 സെക്കൻഡ് ആയിട്ടുണ്ട്. ഞാൻ ആ നീഡിൽ പതുക്കെ അവിടുന്ന് എടുക്കുന്നു, അവിടെ ചെറുതായിട്ട് മസാജ് ചെയ്യുന്നു. ഇതാ ചോരയൊന്നും വരുന്നില്ല, ഒന്നും വരുന്നില്ല, ക്ലിയറാണ് അവിടെ. രണ്ടാമത്തെ പോയിൻ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ലിവർ 1 LIV1 എന്നുള്ള പോയിൻ്റാണ് ചെയ്യുന്നത്. അത് ഈ കാലിൻ്റെ തള്ളവിരലിൻ്റെ ഈ ഭാഗത്തായിട്ട്, ഈ നഖവും ഈ ദശയും കൂടെ വരുന്ന ഈ കോർണറിലായിട്ട് വരും, ഈ ഏരിയയിലായിട്ട് വരുന്നുണ്ട് ഈ പോയിൻ്റ്. അവിടെ ഞാനിപ്പോൾ ഈ നീഡിൽ പഞ്ച് ചെയ്യാൻ പോകുന്നു. ഇപ്പോൾ ഇവിടെ ലിവർ 1 എന്നുള്ള പോയിൻ്റ് ലിവറിൻ്റെ ശക്തി കൂട്ടിയിരിക്കുകയാണ്. സ്പ്ലീൻ എന്നുള്ള മെറിഡിയനിലുള്ള ശക്തി SP6 അതിലത്തെ ഈ എർത്തിൻ്റെ പവർ കുറച്ച് ലിവറിൻ്റെ കാറ്റ് ശക്തി എന്ന് പറയുന്ന വുഡ് എന്ന് പറയുന്ന വുഡ് ശക്തി കൂട്ടിയിരിക്കുകയാണ്. ഇതപ്പോൾ ഇതിൽ LIV1 എന്നുള്ള ഇതിൽ നിന്ന് 45 സെക്കൻഡായി ഞാനത് എടുക്കുന്നു, അവിടെ ചെറുതായിട്ട് മസാജ് ചെയ്യുന്നു, കഴിഞ്ഞു. ഇപ്പോൾ ഈ മെറിഡിയൻ എന്ന് പറയുന്നത് ഓരോ പഞ്ചഭൂത ശക്തിയുള്ള ഓരോ ഓർഗൻസ്, അതായത് നമ്മുടെ ശരീരത്തിലുള്ള ഹൃദയം, ശ്വാസകോശം, പിന്നെ അതേമാതിരി കരൾ, അങ്ങനെയുള്ള ഓരോ ഓർഗൻസിൻ്റെ ശക്തികൾ ഓരോ റൂട്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ആ ശക്തി ഓടുന്ന റൂട്ടിനാണ് ഈ മെറിഡിയൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ആ റൂട്ടിലാണ് ഞാൻ ഓരോന്ന് പഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആദ്യം ചെയ്തു സ്പ്ലെയിനിൻ്റെ ഇത് ചെയ്തു, രണ്ടാമത് ലിവറിൻ്റെ കരളിൻ്റെ പോയിൻ്റ് LIV1 എന്ന് വെച്ചിട്ട്, ഇപ്പോൾ മൂന്നാമത് ഞാൻ ഇവിടെ കയ്യിലാണ് അടുത്ത പോയിൻ്റ് LU8, അതായത് ലങ്സ്, ശ്വാസകോശത്തിൻ്റെ പോയിൻ്റ്. അത് പറയുന്നത് അത് ഇവിടെയാണ് വരുന്നത്. അതിൻ്റെ മെറിഡിയൻ എന്ന് പറയുന്നത് ശക്തി ഓടുന്ന പാത, അതാണ്. അത് ഈ കയ്യിൻ്റെ ഉള്ളം കൈയിൻ്റെ ഈ രേഖയിൽ നിന്ന് നമ്മുടെ 2 വിരലിൽ നിന്നും താഴേക്ക് ഉള്ളതാണ് ഇവിടെയായിട്ടാണ് ഈ പോയിൻ്റ് വരുന്നത്. ഇതിന് LU8 ലങ്സ് 8 എന്നുള്ള പോയിൻ്റാണിത്. ഈ പോയിൻ്റിൽ ഇപ്പോൾ ഞാൻ നീഡിൽ ചെയ്യുന്നു. ഇവിടെയും 45 സെക്കൻഡ് കിട്ടിയത്. നീഡിലെടുക്കുന്നു, പതിയെ അവിടെ ഒന്ന് മസാജ് ചെയ്യുന്നു. പിന്നെ ഇപ്പോൾ ഈ SP1 സ്പ്ലീൻ 6 ലിവർ 1 പിന്നെ LU8 ലങ്സ് 8 ഇത് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ഈ ചെയ്ത പോയിന്റിലുള്ള ഈ മെറിഡിയൻസിൻ്റെ എല്ലാ റൂട്ടിലും നമ്മൾ ശക്തി ഒരു സ്ഥലത്ത് കൂട്ടി ബാക്കി 2 സ്ഥലത്തുള്ള ശക്തി കുറച്ചിരിക്കുകയാണ്. ഇതിനെ നമ്മൾ ഇനി അടുത്തത് ബ്രെയിനിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നു. അതായത് നമ്മൾ ഇതിൽ മസ്തിഷ്കത്തിൽ ഇതിൻ്റെ മെസ്സേജ് അയക്കുന്നു നമ്മൾ. അതിന് വേണ്ടിയിട്ട് മസ്തിഷ്കത്തിലേക്കുള്ള മെസ്സേജ് ചെയ്യുന്നത് പെരിക്കാർഡിയം എന്ന് പറയും. പെരിക്കാർഡിയം എന്ന് പറയുന്ന മെറിഡിയനാണ്. പെരിക്കാർഡിയം എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ മേലെ ഒരു കവറുണ്ട്, ആ കവറാണ് പറയുന്നത്. അത് ആ റൂട്ടിലുള്ള ഇതിലേക്ക് നമ്മളിപ്പോൾ ഇതിൻ്റെ മെസ്സേജ് അയക്കുന്നു. അതിവിടെ P7 എന്നുള്ള പോയിന്റിൽ, പെരിക്കാർഡിയം 7 എന്നുള്ള പോയിന്റിൽ ഞാനിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ അവിടെയാണ് പ്രസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ ശരീരത്തിൽ ഇത്ര ചികിത്സ ചെയ്തു എന്നുള്ളത് നമ്മൾ ബ്രെയിനിലേക്ക് അറിയിച്ചാൽ മാത്രമേ അതിൻ്റെ പരിപൂർണ്ണ ഫലം കിട്ടത്തുള്ളൂ. ഇതാണ് SP7 എന്ന് പറയുന്ന പോയിൻ്റ്. ഇവിടെ ഞാൻ നീഡിൽ ചെയ്യുന്നു. ഇവിടെ അതേമാതിരി 45 സെക്കൻഡാണ്. ഇതായിപ്പോൾ ഇത് ബ്രെയിനിൽ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഈ പുറംവേദനയ്ക്കുള്ള ചികിത്സ ഇവിടെ പൂർത്തീകരിക്കുകയാണ്. 4 പോയിൻറ്റ്സാണ് സാധാരണ ചെയ്യാറുള്ളത്. ഇപ്പോൾ 4ാമത്തെ പോയിൻറ്റ്സ്, അത് 3 പോയിൻ്റ് ചെയ്ത് കഴിഞ്ഞു. 4ാമത്തെ പോയിൻ്റ് ബ്രെയിനിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. ശേഷം ഞാൻ ആ നീഡിൽ അവിടെ നിന്ന് എടുക്കുന്നു, പിന്നെ അവിടെ ചെറുതായിട്ട് മസാജ് ചെയ്യുന്നു.
ഇനി നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്നത് ഇമ്മ്യൂണിറ്റി പോയിൻ്റ്. നമ്മൾ ചെയ്യുന്ന ഇമ്മ്യൂണിറ്റി പോയിൻ്റ് ശരീരത്തിന് നമുക്ക് റെസിസ്റ്റൻ്റ് എതിർപ്പ് ശക്തി ഉണ്ടാക്കാനുള്ള ഒരു 3 പോയിൻ്റ് കൂടി ചെയ്യുക. അതെപ്പോഴും സാധാരണ ഓരോ ചികിത്സ ചെയ്യുമ്പോഴും അത് കൂടെ ചെയ്യുന്നത് കണ്ടാണ് നമുക്ക് ശരീരത്തിലെ എതിർപ്പ് ശക്തി എത്രത്തോളം ഉണ്ടോ അത്രത്തോളമാണ് നമ്മൾ രോഗങ്ങളിൽ നമ്മൾ മുക്തി നേടുന്നത്. അതിനിപ്പോൾ ഞാൻ അടുത്ത പോയിൻ്റ്, അതിന് മെയിനായിട്ടുള്ള ഒരു പോയിൻ്റ് ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നു. ST36 എന്ന് പറയുന്ന ഒരു പോയിൻ്റാണിത്. ഇത് ST36 എന്ന് പറയുന്നത് സ്റ്റമക്ക് മെറിഡിയൻ, അതായത് നമ്മൾ വയറിൻ്റെ നമ്മളുടെ ആമാശയത്തിൻ്റെ മെറിഡിയനാണ്. ഈ മെറിഡിയൻ ഈ വിരൽ വഴിയാണ് ട്രാവൽ ചെയ്യുന്നത്. ഇവിടെയാണ് ഈ മുട്ടിന് താഴെ 4 വിരൽ താഴെ ഈ എല്ലും മുകളിലുള്ള മുട്ടെല്ലും ചേരുന്ന സ്ഥലത്ത് ഒരു കുഴി, ചെറുതായിട്ടുള്ള ഒരു കുഴിയിലാണ് ഈ പോയിൻ്റ് വരുന്നത്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടുള്ള നീഡിലാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ ഇതും അതേമാതിരി എല്ലാ 45 സെക്കൻഡ് തന്നെയാണ് നമ്മൾ നീഡിൽ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ST36 സ്റ്റൊമക്ക് എന്നുള്ള മെറിഡിയൻ്റെ പോയിൻ്റ്. മെറിഡിയൻ എന്ന് പറയുന്നത് ശക്തി ഓട്ട പാത. നമ്മൾ കണ്ണിൽ അത് കാണാൻ പറ്റില്ല, അദൃശ്യമായിട്ടുള്ള ശക്തി നമ്മുടെ ശരീരത്തിൽ ഈശ്വരൻ നമുക്ക് സർവ്വരോഗ നിവാരണത്തിനായി തന്നുള്ളതാണ്. ഈ ST36 എന്നുള്ള പറഞ്ഞ ഇമ്മ്യൂണിറ്റി പോയിന്റിൽ നിന്ന് ഞാൻ നീഡിൽ റിമൂവ് ചെയ്യുന്നു. അടുത്തതായിട്ട് LIV3 എന്നുള്ള ഇമ്മ്യൂണിറ്റി പോയിൻ്റാണ്. അത് നമ്മൾ ആദ്യം LIV1 ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വഴിയാണ് ആ റൂട്ട് ട്രാവൽ ചെയ്യുന്നത്, മെറിഡിയൻ. അതുകൊണ്ട് ഞാനിവിടെ ഇവിടെ നിന്നും 3 വിരൽ ദൂരം ഈ കൈ തള്ളവിരലിൻ്റെ എല്ലും ഈ നടുവിരലിൻ്റെ എല്ലിൻ്റെ മധ്യത്തിലായിട്ടുള്ള ഈ ഗ്യാപ്പിൽ നമ്മളത് ആ നീഡിൽ ചെയ്യുന്നു. ഇത് ഇമ്മ്യൂണിറ്റിക്കുള്ള പോയിൻ്റാണ്. ഇവിടെ 45 സെക്കൻഡാണ്. ഇപ്പോൾ ഇമ്മ്യൂണിറ്റി പോയിൻ്റായ ഈ LIV3 എന്നുള്ള അതിൻ്റെ നീഡിലും ഞാൻ അവിടുന്ന് എടുക്കുന്നു. അവിടെ മസാജ് ചെയ്യുന്നു. കണ്ടോ, രക്തം ചോര ഒന്നും വരുന്നില്ല, ഒന്നുമില്ല, വേദന ഉണ്ടായിരിക്കില്ല. ശരി. ഇനിയിപ്പോൾ അവസാനത്തെ ഇമ്മ്യൂണിറ്റി പോയിൻ്റാണ് ചെയ്യുന്നത്. LI11 എന്ന് പറയും, ലാർജ് ഇൻഡസ്ട്രി. നമ്മുടെ പെരുങ്കുടലിൻ്റെ മെറിഡിയൻ ഈ ചൂണ്ടുവിരൽ ഈ റൂട്ടിൽ കൂടെ ട്രാവൽ ചെയ്ത് നമ്മളുടെ ഈ കൈ മടക്കുന്ന എൽബോൻ്റെ ഈ സൈഡിലായിട്ടാണ് ഈ പോയിൻ്റ് വരുന്നത്. ഇതെന്തിനാണ് ചെയ്യുന്നത് പറയുന്നത്, ശരീരത്തിലുള്ള ടോക്സിൻസ് എല്ലാം പുറത്തു പോകാൻ വേണ്ടിയിട്ടും ശരീരത്തിൽ നിൽക്കുന്ന എല്ലാവിധ വേസ്റ്റേജും, നമ്മൾ ആഹാരം കഴിക്കുന്നതിൻ്റെ വേസ്റ്റേജും ശരീരത്തിലെ ബ്ലഡിലുള്ള എല്ലാ വേസ്റ്റേജും പുറത്തു പോകാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണിത്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റാണ് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത്. അവിടെ നീഡിൽ ചെയ്യുന്നത്. അവിടെ 45 സെക്കൻഡ് ചെയ്യല്ലോ. അപ്പോൾ സാധാരണ ഒരു 4 മെറിഡിയൻ പോയിൻറ്റ്സും പിന്നെ 3 ഇമ്മ്യൂണിറ്റി പോയിൻ്റാണ് ചെയ്യാറ്. ഇപ്പോൾ 3ാമത്തെ ഇമ്മ്യൂണിറ്റി പോയിൻ്റ് ചെയ്ത് കഴിഞ്ഞു. അവിടെ നിന്നാണ് മസാജ് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഏത് സ്പോട്ടിലാണ് വേദന ഉള്ള, അതായത് ലോക്കൽ പോയിൻ്റ് എന്ന് പറയും, അവിടെ നമ്മളിപ്പോൾ അടുത്ത നീഡിൽ ചെയ്യാൻ പോകണം. അതുകൊണ്ട് ഇപ്പോൾ കടന്ന് കിടക്കും. ഇപ്പോൾ എവിടെയാണ് ജോബിക്കുള്ള, ഞാൻ പ്രസ് ചെയ്യാം, എവിടെയാണ് ജോബിക്ക് വേദന എന്നുള്ള സ്ഥലം പറയുമ്പോൾ അതിനനുസരിച്ച് ഞാൻ ചെയ്തോളാം കേട്ടോ. വേദന ഉള്ള സ്ഥലം പറയണം കേട്ടോ. ഉണ്ടോ വേദന? ഇവിടെ എവിടെയെങ്കിലും ഇവിടെ ഉണ്ടോ? ഇവിടെ നല്ല പെയിൻ ഉണ്ട്. ഇവിടെയാണ് പെയിൻ. യെസ്. അവിടെ തന്നെ നിന്നോട്ടോ, ഞാനത് പോയിന്റ് നോട്ട് ചെയ്തോളാം. പിന്നെ അവിടെ നിന്ന് താഴേക്ക് വരുന്നു. ഇവിടെ ഉണ്ടോ അല്ലേ? അപ്പോൾ ലോ ബാക്ക് പെയിൻ. അപ്പോൾ ഈ റൂട്ട് ഞാൻ ഈ ബാക്ക് ബോണിൻ്റെ നമ്മൾ മുതുക് എലുമ്പെന്ന് പറയുന്നത് ഈ എല്ലിൻ്റെ 2 സൈഡിലും പോകുന്ന റൂട്ട്, ഇത് യൂറിനറി ബ്ലാഡർ, നമ്മുടെ മൂത്രസഞ്ചിയുടെ ഇതാണ്, മെറിഡിയനാണ് ഈ റൂട്ട്. ഇവിടെയാണിപ്പോൾ ജോബിക്ക് വേദന. ഈ സ്പോട്ടിൽ വേദന അതല്ലേ? നല്ല ഏതോടാണ്? നല്ല വേദന അല്ലേ? ഇപ്പോൾ ഇവിടെ ഞാൻ ഈ ലോക്കൽ പോയിൻ്റ് എന്ന് പറയുന്നത്, ഈ ലോക്കൽ പോയിന്റിൽ ഇപ്പോൾ നമ്മൾ എഡിൽ ചെയ്യുന്നു. നല്ല വേദനയുള്ള സ്ഥലം തന്നെയാണോ? ഓക്കെ. അവിടെ ഒരു 45 സെക്കൻഡ്. അവിടെ ലോക്കൽ പോയിൻ്റ് ഇപ്പോൾ ഞാൻ റിലീസ് എടുക്കുന്നു, നീഡിൽ നിന്ന് എടുക്കുന്നു.
ലോക്കൽ പോയിൻ്റ് 2 ഭാഗത്തും ചെയ്യേണ്ടതാണ്. ഈ മുതുകെലുമ്പിൻ്റെ 2 ഭാഗത്തും ചെയ്യണം. ഇവിടെയെല്ലാം നല്ല വേദന. അവിടെ ഉണ്ടെടുത്ത് ഇവിടെ 45 സെക്കൻഡ് നമ്മൾ ആ നീഡിൽ നിർത്തണം. ഇത് ഓരോരോ ശരീരപ്രകൃതിക്ക് അനുസരിച്ച് ഒരു ട്രീറ്റ്മെൻറ്റിൽ മാറാവുന്നതാണ്. അല്ലെങ്കിൽ കുറഞ്ഞ വർഷം ഇത് മാറാതെ നിൽക്കുകയാണെങ്കിൽ 9 പ്രാവശ്യം ട്രീറ്റ്മെൻറ്റ് എടുക്കും. 9 പ്രാവശ്യം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ആഴ്ചയിൽ ഒരു ട്രീറ്റ്മെൻറ്റാണ് സാധാരണ ചെയ്യാറുള്ളത്. അങ്ങനെ ഒരു 9 ആഴ്ച കൊണ്ട് പരിപൂർണമായിട്ടും ഇത് എത്ര പഴകിയ പുറം വേദനയായാലും ഏതായാലും മാറുന്നതാണ്. ഇപ്പോൾ ഈ ഇതിലെ ലോക്കൽ പോയിൻ്റ് എന്ന് പറയുന്ന 2ാമത്തെ പോയിൻ്റ് ഞാൻ നീഡിൽ അവിടെ നിന്ന് റിലീസ് ചെയ്ത് അവിടെ ചെറുതായിട്ട് മസാജ് ചെയ്തു. ഞാൻ അടുത്ത് ജോബിക്ക് വേദനയുള്ള സ്ഥലം വീണ്ടും ഒന്നിലും കൂടെ പ്രസ് ചെയ്തതിന് ശേഷം കണ്ടുപിടിക്കുന്നത്. ഇവിടെയാണോ അതോ മുകളിൽ? ഇവിടെ അല്ലേ? ആ ലോക്കൽ പോയിൻ്റ് വേദനയുള്ള സ്ഥലത്ത് നമ്മൾ ചെയ്യുന്നു. ഇത് 45 സെക്കൻഡ് തന്നെയാണ്. ആ ലോക്കൽ പോയിൻ്റ് എന്നുള്ള വേദനയുള്ള സ്ഥലത്ത് നിന്ന് അത് നീഡിൽ ഞാൻ എടുക്കുന്നു. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വീണ്ടും ലോക്കൽ പോയിൻറ്റിലേക്ക് പ്രസ് ചെയ്യുന്നു. ഇത്രയും പോയിൻറ്റുകളാണ് സാധാരണ ചെയ്യാറുള്ളത്. ഇപ്പോൾ ഇത് അവസാനത്തെ പോയിൻ്റാണ്. ഇത് ചെയ്ത് കഴിഞ്ഞു. ഇത്രയും മതി. ഇതിനി ഇതിൻ്റെ പുറം വേദന കുറയുന്നതിനനുസരിച്ച് ഇത് നമ്മൾ പോയിൻറ്റുകൾ വേറെ മാറ്റിയിടും. ശരീരത്തിൻ്റെ പൾസ് നോക്കി പൾസിനനുസരിച്ച് എവിടെയാണ് നമ്മൾ ശക്തി ഈ റൂട്ടിലെ ഏത് ശക്തി വട്ടപ്പാതയിൽ എവിടെ ശക്തി കുറഞ്ഞിരിക്കുന്നു എവിടെ കൂടിയിരിക്കുന്നു എന്ന് കണ്ടറിഞ്ഞ് നമ്മൾ അടുത്ത ചികിത്സ ചെയ്യുന്നതായിരിക്കും. ഇതപ്പോൾ അവസാനത്തെ പോയിൻ്റ് ഈ ലോക്കൽ പോയിൻ്റ് വേദനയുള്ള സ്ഥലത്തെ പോയിൻ്റ് അതും എടുത്തു കഴിഞ്ഞു. ഇവിടെ മസാജ് ചെയ്യുന്നു. ഇപ്പോൾ ഇനി അടുത്ത് ഇവിടുന്ന് എണീക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും വലതുവശത്തോട്ട് ചെരിഞ്ഞ് ഇടത് കൈ കുത്തി എണീക്കണം. എപ്പോഴും വലതുവശത്തോട്ട് ചെരിഞ്ഞോളൂ. ഇനി ഇടത് കൈ കുത്തി എണീക്കും. ഇടത് കൈ കുത്തി അങ്ങനെ എണീക്കും. എണീച്ച് ഒരു 15 മിനിറ്റ് അവിടെ റിലാക്സ് ആയിട്ട് ഇരിക്കാം. കഴിഞ്ഞാൽ ഇതായിരിക്കും. ഇനി ഇതിൻ്റെ നമുക്ക് ഒരു ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ ഗുണം അറിയാം, അല്ലെങ്കിൽ ഒരു 2 ദിവസമായിരിക്കും. ഡിപ്പെൻഡിങ് ഓരോ ശരീരപ്രകൃതിക്ക് അനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കും. അപ്പം നിങ്ങൾ ഇതുവരെ കണ്ട ഏകദേശം 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് മാത്രം എടുത്തിട്ടുള്ളത് ഇത്രയും. ഇതിപ്പോൾ ഇദ്ദേഹം ചെയ്തത് നമുക്ക് വേദനയുള്ള സ്ഥലങ്ങളിൽ പ്രഷർ ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത്. അതോടൊപ്പം തന്നെ ആദ്യം തന്നെ പറഞ്ഞേക്കുന്ന പഞ്ചഭൂതങ്ങളുടെ ആ ഒരു രീതിയിൽ അതിനെപ്പറ്റി കൂടുതൽ എനിക്ക് പറയാൻ അറിയില്ല, നിങ്ങൾ കേട്ട് കാണും. അതിൻ്റെ ഒരു വേരോട്ടം അല്ലെങ്കിൽ അതിൻ്റെ ഒരു റൂട്ട്, ആ റൂട്ട് ക്ലിയർ ആക്കി അങ്ങനെയുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് ചെയ്തേക്കുന്നത്. എനിവേ എന്താണെങ്കിലും ഇപ്പം ഇത്രയും നേരം കൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇതിൻ്റെ റിസൾട്ട് അറിയണമെങ്കിൽ 1-2 ദിവസം കൂടെ കഴിയണമെങ്കിലും, പക്ഷേ പ്രസൻ്റ്ലി ഇത്രയും മിനിറ്റ് ശേഷം 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് ശേഷം തന്നെ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ക്ഷീണത്തിന് ഒരുപാട് ഒരു ചേഞ്ചസ് എനിക്ക് ഫീൽ ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ബോഡിയിൽ ഒരു ചെറിയൊരു വേദന എവിടെ വന്നാലും നമുക്ക് പെട്ടെന്ന് അറിയാൻ സാധിക്കും എത്രത്തോളം ഉണ്ടെന്ന്. അത് വേദന കുറയുന്നതും എത്ര പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ആദ്യം ഞാൻ ഇവിടെ കിടന്നപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു വളരെയധികം ഡിഫറെൻ്റ് ആയിട്ട്, അതായത് വളരെയധികം കുറഞ്ഞതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ 2-3 ദിവസം കൂടെ വെയിറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം. താങ്ക് യു. അപ്പോൾ കണ്ടല്ലോ, എന്തായാലും വളരെ വ്യത്യസ്തമായി ഈ അക്യുപഞ്ചർ രീതി എന്നിൽ കൂടെ തന്നെയാണ് ഞാൻ നിങ്ങളെ കാണിച്ചിരിക്കുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഒരു പുതിയൊരു അനുഭവമായിരിക്കും വിചാരിക്കുന്നു. ഇത് ചെറിയൊരു വീഡിയോ മാത്രമായിട്ട് നിങ്ങൾ കാണേണ്ടത്, കാരണം ഇത് ശരീരത്തിന് നമുക്ക് ഒരു തരത്തിൽ ദോഷവും ഇല്ലാതെ തന്നെ നമുക്ക് 100% ഗുണം കിട്ടുന്നതായിട്ടുള്ള ഒരു ചികിത്സാവിധിയാണ്. എന്തായാലും നിങ്ങൾ എല്ലാവരും കണ്ടു മനസ്സിലാക്കി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ കണ്ടത് മനോഹരം, കാണാൻ പോകുന്നത് മനോഹരം. നമുക്ക് കാണാൻ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി ഞാൻ നിങ്ങളുടെ സ്വന്തം ജോബി. അല്ലെങ്കിൽ അതുവരേക്കും short break.